പഴയകാല റൗണ്ട് സ്റ്റിയറിംഗിൽ നിന്ന് ഡി ടൈപ്പ് സ്റ്റിയറിംഗ് ആണ് ഒട്ടുമിക്ക വാഹനങ്ങളും പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ ഡി ടൈപ്പ് സ്റ്റിയറിംഗിൻ്റെ ഉദ്ദേശം? എന്തുകൊണ്ടാണ് ഇങ്ങനെ റൗണ്ടിൽ നിന്നൊരു ഡിയിലേക്ക് ഒരു ചേഞ്ച് വന്നത്? അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പ്ലാറ്റിനം മോഡലിൽ നിന്നൊരു എത്തിയോസ് ലിവ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. പ്ലാറ്റിനം മോഡലിൽ നിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എത്തിയോസ് ലിവയിൽ വന്നിട്ടുണ്ടായിരുന്ന മോഡലായിരുന്നു. ആ ഒരു ഡാഷ്ബോർഡും കാര്യങ്ങളെല്ലാം നല്ലൊരു പ്രീമിയം ഫീൽ ലഭിക്കുന്ന രീതിയിൽ ക്രോം എലമെൻസും കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു അടിപൊളി വാഹനം. സ്റ്റിയറിംഗ് കൺട്രോളും എയർ ബാഗും ABS കാര്യങ്ങളെല്ലാം വന്നതിന് ശേഷം അത്യാവശ്യം നല്ലൊരു ഇന്റീരിയർ ഭാഗത്ത് ഒരു പ്രീമിയം ഫീൽ ലഭിക്കുന്ന രീതിയിൽ ഡിസൈനിൽ ചേഞ്ച് വന്നതിന് ശേഷമാണ് എത്തിയോസ് ലിവ 2017 മുതൽ ഈ ഒരു ഡിസൈൻ വാഹനം നിരത്തിലിറക്കിയത്. 2017 മോഡലിൽ നിൽക്കുന്ന VX എന്ന വേരിയൽ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ് നമ്മൾ ഇന്ന് സ്റ്റോക്കായി കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ്രോയിഡ് ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. നല്ല സീറ്റ് കവറൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ഇന്റീരിയർ ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വാഹനം. ഇന്റീരിയറിൻ്റെ അതേപോലെ തന്നെ എക്സ്റ്റീരിയറും നല്ലൊരു അടിപൊളി ലുക്കിൽ നിൽക്കുന്ന ഒരു വാഹനം കൂടിയാണിത്. VX ആയതുകൊണ്ട് അത്യാവശ്യം ബേസിക്കലി വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു. ഡുവൽ ടോൺ ആയിട്ടാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. നല്ല അടിപൊളി അലോയ്സ് ഒക്കെ കമ്പനിയുടെ ടൊയോട്ടയുടെ അലോയ് ഇതിനകത്ത് ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. പ്ലാറ്റിനം മോഡൽ വരുന്ന വാഹനം ആയതുകൊണ്ട് തന്നെ കാണാൻ മറ്റുള്ള ലിവറിൻ്റെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫീൽ, ആ ഒരു ലുക്ക് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. എസ്പെഷ്യലി ഡുവൽ ടോണോട് വന്നുകൊണ്ട് തന്നെ വാഹനം കാണാൻ തന്നെ ഒരു മൊഞ്ച് തന്നെയാണ്, പ്രത്യേക ഒരു മൊഞ്ച് തന്നെയാണ്. 56 കൊയിലാണ്ടി രജിസ്റ്റർ ചെയ്ത വാഹനം. ഒരു ക്യാമറ പൊസിഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്രണ്ടിലേക്ക് ഒരു വ്യൂ കിട്ടാൻ വേണ്ടി ഒരു ക്യാമറ ഒക്കെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. 90,000 കിലോമീറ്ററാണ് നിലവിൽ ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ള. പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ടുള്ള ഒരു 60-70% ടയർ കണ്ടീഷനിൽ നിൽക്കുന്ന നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ടൊയോട്ടയുടെ എത്തിയോസ് ലിവ. മെയിൻ്റനൻസിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ലാത്തൊരു വാഹനം. ടൈൽ ലാമിനകത്ത് ചെറിയൊരു ക്രാക്ക് ഉണ്ട്, പക്ഷേ ഉള്ളിലേക്ക് വെള്ളം കയറുന്ന പ്രശ്നങ്ങളൊന്നും ചെറിയൊരു ക്രാക്ക്, ഒരു ചെറിയൊരു ഒറ്റ ലൈൻ ഇവിടെ വന്നിട്ടുണ്ട്. ചെറിയൊരു പോരായ്മ ബാക്ക് പ്രൊഫൈലുണ്ട്. മറ്റു നെഗറ്റീവ്സോ കാര്യങ്ങളൊന്നും പറയാനില്ലാത്ത സ്പോയിലർ കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു അടിപൊളി കണ്ടീഷനിൽ നിൽക്കുന്ന 2017 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന ഈ ഒരു വാഹനം സ്വന്തമാക്കാം 5,25,000 രൂപക്ക്. ഓൾമോസ്റ്റ് 450 വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണ്. അതും 5 വർഷത്തെ മാസക്കാലയളവോടുകൂടി. പെട്രോൾ എഞ്ചിനിൽ ഒരു 12 to 13 റേഞ്ചിൽ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണിത്. ഇനി ഒരു ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൊരു നമുക്കൊരു ഹൈറ്റിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് ഫീൽ കിട്ടേണ്ടവർക്ക്, ഒരു ജീപ്പിലൊക്കെ പഴയകാല ജീപ്പൊക്കെ യൂസ് ചെയ്തവർക്ക് പറ്റിയുള്ള ഒരു വാഹനമാണ് മഹേന്ദ്രയുടെ KV. വെറും 11,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള 2020 മോഡലിൽ നിൽക്കുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിയൻ്റിലെ K8 എന്ന വേരിയൻ്റ് നിൽക്കുന്ന ഒരു അടിപൊളി പെട്രോൾ എഞ്ചിൻ നോക്കുന്ന വാഹനം. അതും സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനം. KL39 തൃപ്പൂണിത്തറ രജിസ്ട്രേഷൻ വാഹനം. K8 എന്ന് പറഞ്ഞ ഫുൾ ഓപ്ഷൻ വേരിയൻ്റാണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം നിൽക്കുന്നു. അലോയ് വീൽസ്, ഫോഗ് ലാംപ്സ് വരുന്നു, മിറർ ഇൻഡിക്കേറ്റർ, ഫോൾഡിംഗ് വരുന്നു, ബാക്ക് വൈപ്പർ, ഡിഫോഗർ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം നിൽക്കുന്ന നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന വാഹനം. എക്സ്റ്റീരിയർ ഭാഗങ്ങളൊന്നും കാര്യപ്പെട്ട ഡാമേജോ പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. ഒരു ഡിക്കി മാത്രം ചെറിയ റീപെയിൻറ്റ് ഇടുന്ന മാത്രം ഒരു ചെറിയ പോരായ്മയുള്ളൂ. മറ്റുള്ള പോരായ്മകളൊന്നുമില്ലാത്ത റെഡ് കളറിലൊരു റെഡ് ബ്യൂട്ടിയിൽ നിൽക്കുന്ന ഒരു വാഹനം. ഇന്റീരിയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നു. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. അതുപോലെ സ്റ്റിയറിംഗ് കൺട്രോൾ വരുന്നു, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നു, എയർ ബാഗ് വരുന്നു, ABS വരുന്നു. അതേപോലെ തന്നെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം നിൽക്കുന്ന ഒരു വാഹനം കൂടിയാണിത്. മാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഈ ഒരു സംഭവം നമുക്ക് ഹാൻഡ് റെസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യാം. ഇനി ഒരാൾ പാസഞ്ചർ കൂടുതലാണെങ്കിൽ നമുക്കതൊരു പാസഞ്ചർ സീറ്റായിട്ടും ഈ ഒരു ഭാഗം നമുക്ക് യൂസ് ചെയ്യാൻ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമുക്ക് പഴയകാല ഒരു ജീപ്പിലൊക്കെ യാത്ര ചെയ്യുന്ന ഒരു ഫീലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രണ്ടിലൊരു 3 ആൾക്ക് നിരന്നിരുന്നിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ഫ്രണ്ടിൽ എസ്പെഷ്യലി കുട്ടികൾക്കൊക്കെ ഏറ്റവും ആവശ്യമുള്ളതാണ് ഫ്രണ്ടിലെ സീറ്റിലിരിക്കണം എന്നുള്ളത്. അപ്പോൾ കുട്ടികളൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 6 സീറ്റായിട്ട് ഈ ഒരു വാഹനം യൂസ് ചെയ്യാൻ സാധിക്കും. ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം 11,000 കിലോമീറ്റർ ഓടിയ വാഹനം ആയതുകൊണ്ട് തന്നെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന, പരിക്കോ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഈ ഒരു വാഹനം സ്വന്തമാക്കാം 3,35,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. 3,35 നമുക്ക് ലോൺ സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണിത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ലോ കിലോമീറ്റർ നല്ല ബോഡി ക്വാളിറ്റിയിൽ നിൽക്കുന്നൊരു KV വാഹനം അല്ലാന്നുണ്ടെങ്കിൽ ടൊയോട്ടയുടെ എത്തിയോസ് ലിവ, മെയിൻ്റനൻസിനെ പറ്റി ചിന്തിക്കേണ്ടാത്തൊരു ടൊയോട്ടോ എത്തിയോസ് ലിവ വാഹനം അന്വേഷിച്ച് നടക്കുന്നവരാണെങ്കിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ബുക്കിങ്ങിനും മറ്റു ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോഴത്തെ ഒരുപാട് വാഹന വിശേഷങ്ങൾ ഞങ്ങൾ റെഗുലറായിട്ട് ചെയ്യുന്നുണ്ട്. അത് റെഗുലറായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക.